എന്താടോ കൈമളെ തനിച്ചിരുന്നൊരു ജപം? ഇവിടെ നിങ്ങൾ എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നതും അല്ലെങ്കിൽ എന്നെ പൊളിച്ചെടുക്കേണ്ടിയിരുന്നതും എന്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നുവെന്നും ആ നിലപാടുകൾ എത്ര തവണ ഞാൻ മാറ്റി പറഞ്ഞെന്നും അയാളെ കൊണ്ട് സത്യം പറയിക്കാൻ ശ്രമിച്ചതിന്റെ വേദന ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ആ മാറ്റിപ്പറഞ്ഞ നിലപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നൊന്നായി പൊളിച്ചിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും ഹാഷ്മിക്ക് ഒരു ഷേക്കാൻഡ് തന്നേനെ. ഞാൻ ഇപ്പോഴേ പറ. സംഭവം നിനക്ക് കാണണ്ടേ? ഇന്ന് ജിൻഡോ എന്നെ വിളിച്ചോണ്ട് പോയി നാരങ്ങ വെള്ളം മേടിച്ചു തന്നാൽ ഞാൻ ജിൻഡോ കൊള്ളാന്ന് പറയും. നമ്മൾ എന്താണ് കേൾക്കുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞ വൈറ്റിപ്പഴപ്പാണ്. രാഷ്ട്രീയമാണ്. രണ്ടായാലും ഉപകാരം നമുക്കാണ്. എല്ലാവരുടെ സന്തോഷത്തിലൂടെ നമ്മുടെ ഞമ്മന് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? വെള്ളത്തിന് പച്ചരിയുടെ പ്രശ്നം സാറില്ല. നാരങ്ങ വെള്ളം തന്നു കഴിഞ്ഞാൽ അപ്പൊ വാക്ക് മാറ്റി പറയുന്ന അഖിലിനെ എങ്ങനെ നാട്ടുകാർ വിശ്വസിക്കും? വിശ്വാസത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് നീയാണ് കട്ടപ്പ. ശരിയാണ് ഒരു പാളകൊല ബാക്കി പറ. എനിക്കത് മാത്രം കേട്ടാ മതി, ഇനി കൂടുതലൊന്നും പറയണ്ട. ഇലക്ഷന് ജയിക്കുന്ന ബിജെപിയോടൊപ്പം സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ച് എൻഡിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച താങ്കൾക്ക് എന്ത് രാഷ്ട്രീയ എന്ത് ആശയമാണുള്ളത്? ഇനി ഞാൻ പറയാലോ ഇനി ഞാൻ പറയാലോ ആണോ വൈറ്റിപ്പഴപ്പ് രാഷ്ട്രീയമാണോ? അഖിൽ ബി ജെ പി സംസാരിക്കും. ഇപ്പൊ നിനക്ക് സന്തോഷായല്ലോ? സന്തോഷായി. താനൂർക്ക് ചക്ക തിന്നാൻ പോയതാ. ചക്കൊന്നും ഇപ്പോ പഴയ മധുരല്ല. നിങ്ങളെ ആരാ വിശ്വസിക്കുക? രാവിലെ പറയുന്നത് വൈകിട്ട് മാറ്റി പറയുന്നത്. അഖിൽ ഈ പറഞ്ഞത് അല്പം കഴിഞ്ഞ് മാറ്റി പറയില്ലെന്ന് എന്താ ഉറപ്പ്? നീ കുറെ നേരമായി മനുഷ്യനെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. ഞാനും ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനാ. രാവിലെ പറയുന്നത് അഖിൽ സത്യത്തിൽ ഈ ചർച്ച നമുക്ക് പിന്നെ മാറ്റി വെച്ച് ചർച്ച ചെയ്യാം. ബാക്കി ഇതിപ്പോ ഒരു നാണക്കേടുണ്ടോ? ഇനി നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കാൻ? ഞാൻ എന്തുകൊണ്ട് 2020 മാറി? സാബു പൈസ കിട്ടാത്തത് കൊണ്ടും പദവി കിട്ടാത്തത് കൊണ്ടും മാറി വന്നിട്ട് സാബുവിന്റെ ആശയത്തോട് യോജിപ്പുണ്ട്, കാശ് കിട്ടാത്തത് യോജിപ്പില്ല. അഖിൽ വി ഡി സതീശനെ വിമർശിക്കുന്നു, നെഹ്റുവിനെ വിമർശിക്കുന്നു, ഗാന്ധിയെ വിമർശിക്കുന്നു. അഖിൽ എല്ലാവരെയും വിമർശിക്കുന്ന ഏറ്റവും മിടുക്കൻ എന്ന് പറയുന്നു. പക്ഷെ അഖിൽ ആഴ്ചയിൽ അഭിപ്രായം മാറ്റുന്നു. എന്റെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അല്ല, ഒരു നിയമം ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും അത് ഒരുപോലെ ബാധകമാകണമല്ലോ. ആഴ്ചയിൽ പാർട്ടി മാറി, മഴക്കാർ മാറുമ്പോ മുന്നണി മാറുന്ന പരിപാടിയല്ല. മനസ്സിലായില്ലേ? അഖില് സഹിക്കാൻ പറ്റണ്ടേ? ഞാനൊക്കെ മാറി ഇന്ന് കരയേന്. ഈ രാജ്യത്തെ മനുഷ്യരെ ബാധിക്കുന്ന ഏത് വിഷയത്തിൽ അവർ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നലെ വാസറെ പോവാം. ഇനി നിന്ന വേലായുധം കരയുന്നത് എല്ലാവരും കാണും. അത് മോശ. 2020 ആശയം പറഞ്ഞേ. അഖിലല്ലേ അവിടെ ഉണ്ടായിരുന്നേ? പണത്തിന്റെ വിഹിതം കിട്ടാത്തത് കൊണ്ടും പദവി കിട്ടാത്തത് കൊണ്ടും ആ പാർട്ടി വിട്ട് പുറത്തു വന്നിട്ട് BJPയോടൊപ്പം മത്സരിച്ച ആൾ ഇപ്പോഴും നമ്മോട് ആശയത്തെ കുറിച്ച് പറയുക. വരാൻ തുടങ്ങി. ഹാഷ്മി അവിടെ നെറുകേട് കാണിക്കുമെന്നും ഇന്നലകളിൽ ഞാനുമായി ഉണ്ടായ സംവാദത്തിൽ ഹാഷ്മിക്കുണ്ടായ ക്ഷീണം തീർക്കാൻ വേണ്ടി ഹാഷ്മി നെറുകേട് കാണിക്കുമെന്ന് എന്റെ അടുത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞു. നിന്നെ പുള്ളി പിടിച്ചൊന്ന് കുടഞ്ഞ് അതിന്റെ ചൊരുക്കണ് എനിക്ക്. സ്നേഹിതരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്തൊന്നും കൊണ്ടുവന്നൊക്കെ ഇരിക്കും. അതൊക്കെ അപ്പ വിട്ട് കളയണം. ഞാനത് അപ്പോഴേ മറന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, അല്ല, ഹാഷ്മി ഒരു നല്ല മാധ്യമ പ്രവർത്തകനാണ്, അദ്ദേഹം അത് ചെയ്യില്ല എന്നാണ് ഞാൻ കരുതിയത്. നിങ്ങളുടെ മൈക്കിന്റെ വോളിയം കൂട്ടിവെച്ച് എന്റെ മൈക്കിന്റെ വോളിയം താഴ്ത്തി വെച്ച് അടിച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ആവർത്തിച്ച് നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോഴും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ കാര്യങ്ങളെങ്കിലും ഒന്ന് പുറത്തു വിടാനുള്ള മാന്യത നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എന്റെ വിഷമം എനിക്കല്ലേ അറിയാവൂ. ഇന്നാ ചുക്കിട്ട കടന വലിച്ചു കുടിച്ച് മൂടി പൊതിച്ച് കിടന്നോ പോരെ? അപ്പൊ പിരിയാലോ? അപ്പൊ ശരി, ഇന്നത്തേക്കിന് പിരിയാ.